മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെയധികം ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മാനസിക അവസ്ഥയും വൈകല്യവുമാണ് OCDയും OCPDയും, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇവിടെ വരുന്ന ചിലരൊക്കെ പറയും അവരുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ OCD ഉണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റാണ്, ഭയങ്കര വൃത്തിയാണെന്നൊക്കെ പറയും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഡയഗ്നോസിസ് നടത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഒരു പരിധി വരെ നമ്മളെല്ലാം കുറച്ചൊക്കെ പെർഫെക്ഷനിസ്റ്റും ക്ലെൻലിനെസ് ഉള്ളവരുമാണ്. പക്ഷേ OCD ഉള്ളവരാണെങ്കിൽ നിയന്ത്രണമില്ല അവർക്ക്. വീണ്ടും വീണ്ടും അവരിലിങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. അത് ആവർത്തിച്ച് നിർബന്ധിതമായി അവർ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഒരു പ്രത്യേക മാനസികാവസ്ഥ തന്നെയാണ്. കൈ കഴുകിയോ വീണ്ടും വീണ്ടും കൈ കഴുകുക, അല്ലെങ്കിൽ സേഫ്റ്റി കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും പരിശോധിക്കുക, പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഒരു പ്രാവശ്യം തെറ്റിയ വീണ്ടും വീണ്ടും ആദ്യ തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ അവർക്ക് ക്ഷീണം വരുന്നത് വരെ അവർ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യാനായിട്ട് അവർ നിർബന്ധിതമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആസക്തിയെ കുറയ്ക്കാനും ആങ്സൈറ്റി, ഉത്കണ്ഠയെ കുറയ്ക്കാനും ആവർത്തിച്ചുള്ള ഒരു പെരുമാറ്റം, ഇതൊക്കെ ശരിയല്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ അവർക്കറിയാം. പക്ഷേ അവർക്ക് ഇത് ചെയ്തേ പറ്റൂ. ഒരു നിർബന്ധിതമാക്കപ്പെടുകയാണ്. അവർക്ക് നല്ല ഇൻസൈറ്റും ഒക്കെ ഉള്ളവർ തന്നെയാണ്. ഇതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാണ് OCPD, ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇവിടെ നിർബന്ധിതം തന്നെയാണ്. കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുകയാണെന്ന് അവർ വാദിക്കും. അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്, അവർ പെർഫെക്ഷനിസ്റ്റാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനറിയാം. നിയമം പോലും അവർ ഒരു ശകലം പോലും വ്യത്യാസമല്ലാതെ കടുംപിടുത്തമായിട്ട് അവർ പാലിച്ചെന്ന് വരാം. അതുപോലെ സാമൂഹ്യ ബന്ധങ്ങളില്ല, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ വളരെയധികം ശ്രദ്ധിക്കും. മൈന്യൂട്ട് ഫ്ലെക്സിബിലിറ്റി ഇല്ല, ഫ്രീ ടൈം ഇല്ല. ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് അവരുടെ കുടുംബത്തിലും അവരോട് ബന്ധപ്പെടുന്നതും ജോലി സ്ഥലത്തുമൊക്കെ ആളുകൾക്ക് ഇവരുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അവരുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങി ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. അപ്പോൾ അവരുടെ ജീവിതവും കൂടെയുള്ളവരുടെ ജീവിതവും ഒരുതരം പ്രശ്നങ്ങളുടെ നൂലാമാലകളിൽപ്പെട്ട് കിടന്ന് വിഷമിക്കും. ഇത്തരം ആളുകളെ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പല മെത്തേഡുണ്ട്. സൈക്കോതെറാപ്പിയോ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയോ ടോക്ക് തെറാപ്പിയോ ഏതെങ്കിലുമൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ ശരിയായ സിംറ്റംസിനെ മനസ്സിലാക്കി അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഊർജത്തെ വളർത്തിക്കൊണ്ടുവരുവാനും നല്ലൊരു ജീവിതം കൈവരിക്കാനും സാധിക്കും. വേറൊരു സിംറ്റവുമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.